ഇന്ന് പുതിയ വിഷയമാണ് തുടങ്ങുന്നത്. മനുഷ്യ സ്വഭാവങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ഭാവങ്ങൾ, നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാവങ്ങൾ, അതാണ് സ്വഭാവങ്ങൾ. അതിലൊരു സ്വഭാവമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആഗ്രഹങ്ങൾ എന്നാണ് ഇന്നത്തെ വിഷയത്തിന്റെ പേര്. അഭിലാഷങ്ങളെന്നും ഇച്ഛയെന്നും മോഹമെന്നും തൃഷ്ണയെന്നും പ്രലോഭനമെന്നും വ്യാമോഹമെന്നും അതിമോഹമെന്നും ആസക്തിയെന്നുമൊക്കെ ഈ ആഗ്രഹങ്ങളെ പല പല പേരുകളിലൂടെ അറിയപ്പെടുന്നു. ഇതിലേറ്റവും സിമ്പിൾ വാക്കാണ് നമ്മുടെ ആഗ്രഹം. അത് കഴിഞ്ഞ് അതിന് ഗ്രേഡ് കൂടി ഒടുവിലത് ആസക്തി വരെ എത്തി നിൽക്കുന്നു. നമ്മൾ ആഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. സ്വാഭാവികമായും ബാക്കിയെല്ലാം ആഗ്രഹത്തിന്റെ പര്യായ പദങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വെറും പര്യായ പദങ്ങളല്ല. നമ്മളിപ്പോ പറഞ്ഞ വാക്കുകൾക്കൊക്കെ അതിൻ്റെതായ രൂക്ഷമായ അർത്ഥങ്ങളുണ്ട്. മനോഗതി എന്നോ ഇച്ഛയെന്നോ ആഗ്രഹമോ എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം തുല്യ വാക്കുകളാണ്. നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇച്ഛ, നമ്മുടെ മനോഗതി എന്നൊക്കെ പറയാം. ഇനിയും മലയാളം വാക്കുകളുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞാൽ ഈ തൃഷ്ണ, പ്രലോഭനം, വ്യാമോഹം, മോഹം, അതിമോഹം, ആസക്തി എന്നൊക്കെ പറയുന്നത് അതിന്റെ നെഗറ്റീവായ ഗ്രേഡുകൾ കൂടുന്നതാണ്. ആഗ്രഹം ഏകദേശം ഒരു പോസിറ്റീവ് അവസ്ഥയിൽ തുടങ്ങുന്ന ഒരു ഭാവമാണ്. ആഗ്രഹമില്ലാതെ മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ പോലും കഴിയില്ല. ശരിക്കും മനുഷ്യ മനസ്സിന്റെ വളരെ വലിയ പ്രഹേളികകളിൽ ഒന്നാണ് നമ്മുടെ ആഗ്രഹങ്ങൾ. മനസ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും അധികം പറയുന്നതും ആഗ്രഹത്തെ കുറിച്ചായിരിക്കും. മനസ്സാണ് അതിന് കാരണം. അതിന്റെ അടിത്തറ മനസ്സാണ്. ആഗ്രഹങ്ങൾ കഴിഞ്ഞു പറഞ്ഞ വാക്കുകൾ അത് നമ്മെ പോസിറ്റീവ്നെസ്സിൽ നിന്നും ക്രമേണ നെഗറ്റീവിലേക്ക് നയിച്ച് നമ്മുടെ ജീവിതത്തിനെ തന്നെ തകിടം മറിക്കുന്നവയാണ്. മനുഷ്യന് അത് വേണം, ഇത് വേണം എന്ന് നമ്മുടെ മനസ്സിലൂടെ നമ്മളുടെ തോന്നലുകൾ ഉണ്ടാവുന്നതിനെയാണ് ആഗ്രഹമെന്ന് പറയുന്നത്. നമ്മൾ വളരെ കുഞ്ഞുനാളിൽ തൊട്ട് നമ്മളുടെ ആഗ്രഹം തുടങ്ങുന്നു. അറിവ് കൂടുന്നതിനനുസരിച്ച് ആഗ്രഹങ്ങൾ കൂടുന്നു. ലോകത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ കൂടുന്നു. പിന്നെ നമ്മുടെ ജീവിതമേ ആഗ്രഹങ്ങളായി തീരുന്നു. ഒരു യുവതി യുവാവ് എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ പൂർണ്ണ ആഗ്രഹം കൊണ്ട് നമ്മൾ പൊതിയപ്പെടുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹം തന്നെയാണ് നമ്മുടെ ജീവിതം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നു. ഇതൊക്കെ രണ്ടാണ്. ജീവിതം വേറെ, നമ്മൾ വേറെ, ആഗ്രഹം വേറെ എന്നൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ നമ്മൾ ആഗ്രഹവും നമ്മളും കൂടി കലരുന്നു. ആഗ്രഹത്തിനെ കുറിച്ചൊന്നും ഇതുപോലെ വിഷയങ്ങളായിട്ട് അവരുടെ ചർച്ച ചെയ്യുന്നത് പൊതുവെ ഞാൻ കണ്ടിട്ടില്ല. അത്ര അങ്ങനെ ആഗ്രഹം എന്ന പേരിലൊന്നും ഒരു വിഷയമൊന്നും ചർച്ച ചെയ്യാറില്ല. നമ്മളിപ്പോൾ അതൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. മനുഷ്യന് ഭൂമിയിൽ ജീവിക്കുവാൻ കുറച്ച് അടിസ്ഥാനമായ കാര്യങ്ങൾ വേണം. അതില്ലാതെ ഒന്നാമത് ശരീരം വേണം. അത് നമ്മൾ കൊണ്ടുവരുന്നതാണ്. കുറേശ്ശെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ അത് ഗർഭപാത്രത്തിൽ രൂപീകരിക്കപ്പെടുന്നതാണ്. വാസ്തവത്തിൽ അതുപോലെ നമ്മുടെ ഒരു ആഗ്രഹമാണ്. നമ്മൾ ഈ ജന്മത്തിലെ ആഗ്രഹങ്ങളെല്ലാം കൂടെ അവസാനം നമ്മളെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടുപോകും. ഒന്നും പൂർത്തിയാകുകയൊന്നുമില്ല. വളരെ കുറച്ച് മാത്രമേ പൂർത്തിയാവുകയുള്ളൂ. ബാക്കി മുഴുവനും പൂർത്തിയാവാത്ത ആഗ്രഹങ്ങളുമായി നമ്മൾ മടങ്ങിപ്പോകും.
പുനർജന്മത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വിശദമായി പറഞ്ഞതാണ്. അങ്ങനെ നമ്മൾ പൂർത്തിയാവാത്ത ആഗ്രഹങ്ങളുമായി മടങ്ങിപ്പോയാൽ ഓരോ ആഗ്രഹങ്ങൾ പൂർത്തിയാവാനായി നമ്മൾ മടങ്ങി വന്നുകൊണ്ടേയിരിക്കും. അതാണല്ലോ പുനർജന്മം എന്ന് പറയുന്നത് പോലും. പൂർണ്ണമായും മോഹരഹിതമായി സമാധാനമായി നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ കഴിയില്ല. അങ്ങനെയാണ് നമ്മുടെ ജീവിതം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ധാരാളം വന്നതിനേക്കാൾ 100 ഇരട്ടി മോഹങ്ങളുമായി, ആഗ്രഹങ്ങളാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, മോഹങ്ങളുമായി, അതിമോഹങ്ങളുമായി, ആസക്തികളുമായി നമ്മൾ തിരിച്ചു പോകുന്നു. അങ്ങനെ പോയതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ തിരിച്ചു വന്നിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ ഒരു സ്ത്രീയുടെ ഗർഭപാത്രം സെലക്ട് ചെയ്യുന്നത് പോലും നമ്മുടെ ആഗ്രഹമാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പക്ഷെ ഒരു വിഷയം വന്നപ്പോൾ അത് വീണ്ടും പറയുന്നതേ ഉള്ളൂ. അതൊരു ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് നമ്മൾ സ്ത്രീയാണോ പുരുഷനാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. നമ്മുടെ ശരീരത്തിനെ തീരുമാനിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. അങ്ങനെ നമ്മുടെ ആഗ്രഹത്താൽ തീരുമാനിക്കപ്പെട്ട ഗർഭപാത്രത്തിൽ വെച്ച് രൂപം പ്രാപിച്ച ഒരു ശരീരവുമായി ഭൂമിയിൽ വരുന്ന നമുക്ക് കുറച്ച് അടിസ്ഥാനപരമായ കുറെ ആവശ്യങ്ങൾ വേണം. അതില്ലാതെ നമുക്ക് ഭൂമിയിൽ മുന്നോട്ട് ഒരു സെക്കൻഡ് പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മെ നമ്മുടെ മാതാവും പിതാവും മറ്റു ബന്ധുക്കളും കൂടെ ചേർന്ന് വളരെ കുഞ്ഞുനാളിൽ അവരുടെ ആഗ്രഹം അനുസരിച്ച് വളർത്തിയെടുക്കുന്നു. അപ്പൊ നമ്മുടെ ആഗ്രഹം വളരെ കുറവാണ്. വലിയ ബോധമില്ലാത്ത കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങൾ വളരെ കുറവാണ്. വിശപ്പ് സമയത്ത് കരയും, അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയേ ഉള്ളൂ. ബാക്കിയെല്ലാം മാതാപിതാക്കളും ബന്ധുക്കളും കൂടെ ചേർന്ന് നമ്മളെ വളർത്തുന്നു. എങ്ങനെയായാലും നമുക്ക് ഈ ഭൂമിയിൽ പതുക്കെ പതുക്കെ വളർന്ന് ഉയരാൻ നമുക്ക് കുറച്ച് അടിസ്ഥാനമായ ആവശ്യങ്ങൾ വേണം. ഏറ്റവും ലളിതമായി ജീവിക്കാൻ വേണ്ടി, ഏറ്റവും സിമ്പിളായി ജീവിക്കാൻ പോലും നമുക്ക് കുറച്ച് ആവശ്യങ്ങൾ വേണം. അതിൽ ഏറ്റവും അത്യാവശ്യമുള്ളത് പ്രകൃതി നേരിട്ട് തരും. ഓക്സിജൻ നമുക്ക് വേണം, വായു വേണം, അതൊക്കെ ഭാഗ്യത്തിന് തരും. പിന്നെ ഭക്ഷണം, അത് നമുക്ക് ആരെങ്കിലും തരണം, പിന്നെ നമ്മളെടുത്ത് കഴിക്കണം. ഭക്ഷണം വാസ്തവത്തിൽ നമ്മുടെ ഒരു ആഗ്രഹമാണ്, പക്ഷെ അത് നമ്മുടെ ആവശ്യമാണ്. ഭക്ഷണം, വസ്ത്രം, ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനും മറ്റു രീതിയിലുള്ള സാമൂഹികപരമായ രീതിയിൽ നമുക്ക് വസ്ത്രം വേണം. പിന്നെ താമസിക്കാനായിട്ട് നമുക്കൊരു സ്വന്തമായിട്ട് ഉണ്ടാവണമെന്നില്ലെങ്കിലും മാതാപിതാക്കളുടെയോ മറ്റാരുടെയെങ്കിലും ഒക്കെ ഒരു വീട് വേണം, വളരെ ചെറിയൊരു കുടിലെങ്കിലും വേണം. പിന്നെ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ബന്ധങ്ങൾ വേണം. മാതാവ് വേണം, പിതാവ് വേണം, മറ്റ് ധാരാളം ബന്ധങ്ങൾ. അത് നമ്മൾ പോലും അറിയാതെ സംഭവിക്കുന്നതാണ്, പക്ഷെ അതൊക്കെ നമ്മുടെ ആവശ്യങ്ങളാണ്. പിന്നെ ഈ ബന്ധുക്കളുടെ സ്നേഹം വേണം, അവരുടെ ഒരു കെയർ, ഒരു കരുതൽ വേണം. ഞാൻ ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ നമ്മുടെ ബേസിക് നീഡ്സ് ആണ്, ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കും സ്വാഭാവികമായിട്ടും. ഭക്ഷണം, നല്ല ഭക്ഷണം വേണം, നല്ല വസ്ത്രം വേണം, പിന്നെ നല്ലൊരു വീട് വേണം, നല്ല കാറ് വേണം എന്നൊക്കെ പറഞ്ഞ് ക്രമേണ ഇത് നമ്മളെ സാധാ ഭക്ഷണമൊന്നും പോരാതാവും നമുക്ക്. അതൊക്കെ നമ്മൾ സമൂഹത്തിൽ നിന്നും പഠിക്കുന്ന കാര്യങ്ങൾ. അതൊക്കെ ആഗ്രഹങ്ങളാണ്. പക്ഷേ ഈ ആഗ്രഹങ്ങളുടെ മട്ടും രീതിയൊക്കെ ക്രമേണ മാറും. എന്തായാലും ഇതൊക്കെ അടിസ്ഥാനപരമായി വേണമെങ്കിൽ ഇതൊക്കെ ഈ ആഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഇതിലൂടെയാണ് നമ്മൾ ഇവിടെ നിലനിൽക്കേണ്ടത്. ഇതിനെയൊക്കെ നമുക്ക് ആവശ്യങ്ങൾ എന്ന് പറയാം. ഇത് നമ്മുടെ ആഗ്രഹങ്ങളായി മാറുകയും ചെയ്യും സ്വാഭാവികമായി. ഈ ആഗ്രഹങ്ങൾ മനുഷ്യന് വളരെ ആവശ്യമാണ്. അതിൽ തന്നെ നമ്മൾ വീണ്ടും ഗ്രേഡ് തിരിച്ച് നോക്കുമ്പോൾ അനാവശ്യമായ ഭക്ഷണം, അനാവശ്യമായ വസ്ത്രം, ബാക്കിയെല്ലാം പിന്നെ അനാവശ്യമായി പോകുന്നു. നമ്മൾ വെറും ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ നമ്മൾ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടും വസ്ത്രം എന്ന് പറഞ്ഞിട്ടും പിന്നെ കാറിൻ വാഹനമായാലും വീടായാലും പിന്നെ ഒക്കെ നമ്മുടെ ആവശ്യങ്ങളൊന്നും അല്ല അവിടെ. പിന്നെ നമ്മുടെ മറ്റു പല കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ മോഹങ്ങളും വ്യാമോഹങ്ങളും അതിമോഹങ്ങളുമായി നമ്മൾ ഈ സമൂഹത്തിനെ തൃപ്തിപ്പെടുത്താനായിട്ടാണ് പിന്നെ നമ്മുടെ ജീവിതം. അതൊക്കെ ആഗ്രഹം എന്ന അവസ്ഥയൊക്കെ പിന്നെ പോകും. പക്ഷെ ഈ ആദ്യം പറഞ്ഞ രീതിയിലാണെങ്കിൽ ഇവയെല്ലാം നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഇതിനൊക്കെ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കളും ബന്ധുക്കളും ശ്രമിക്കും, അതില്ലെങ്കിൽ നമ്മൾ നേരിട്ട് ശ്രമിക്കും. ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് നേടിയെടുക്കാനും പറ്റും, ഏകദേശം മിക്കവർക്കും. ചില ആൾക്കാർക്ക് പറ്റാറില്ല, കാരണം ഭക്ഷണം പോലും കിട്ടാതെ നരകിച്ച് മരിക്കുന്ന ധാരാളം പേരുണ്ട്.
അവർക്ക് ഭക്ഷണം, ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന വെള്ളവും ഭക്ഷണവും കിട്ടാത്ത കോടിക്കണക്കിന് ആൾക്കാർ ഭൂമിയിലുണ്ട്. അവിടെയെല്ലാം കർമ്മവും കർമ്മഫലവുമായിട്ട് കാര്യങ്ങൾ വേറെ കിടക്കുന്നു. നമ്മളത് കർമ്മവും ഒക്കെ പറഞ്ഞതാ. ഇനി തന്നെ എപ്പോഴെങ്കിലും ദാരിദ്ര്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് വീണ്ടും വരും. അപ്പൊ അത് നമ്മളിപ്പോ പൊതുകാര്യമാണ് പറയുന്നത്. ഭക്ഷണം ഇതൊക്കെ വേണം, ഇതൊക്കെ അത്യാവശ്യമാണെങ്കിലും നമ്മൾ ആഗ്രഹങ്ങളാക്കി അതിനെ നിർത്തുന്നതിൽ തെറ്റില്ല. ഇത്രയും പേരെ ആഗ്രഹം എന്ന വാക്കിൽ നിർത്താം. ഇനിയും കുറെ കാര്യങ്ങളുണ്ട്. കുറെ കാര്യങ്ങൾ നമുക്ക് മിനിമം വിദ്യാഭ്യാസം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ ജീവിക്കാനുള്ള ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ. അതിനെ നമുക്ക് ആഗ്രഹം എന്ന ക്യാപ്ഷനിൽ എന്ന ആ ഒരു വാക്കിൽ നിർത്താം. ശരിക്കും നമ്മുടെ മനോഗതി എന്നും ഇങ്ങനെ കുറെ വാക്കുകളുണ്ട്. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മുടെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കില്ല. ഈ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴിത് ഇതിന്റെ രൂപവും ഭാവവും മാറിയെന്ന് നമുക്കറിയില്ല. നമ്മൾ എല്ലാത്തിനെയും ആഗ്രഹമെന്ന് പറയുന്നു. നമ്മൾ 90 വയസ്സ് വരെ ജീവിക്കുമ്പോഴും നമ്മൾ ഈ ലോകം മുഴുവനും കീഴടക്കാൻ ശ്രമിക്കുമ്പോഴും നമ്മൾ അതിനെയും പറയുന്നത് ആഗ്രഹമെന്നാണ്. ആഗ്രഹമെന്ന വാക്കിന് പക്ഷേ ഒടുവിൽ അർത്ഥമെല്ലാം മാറുന്നു. നമ്മൾ വെറുതെ നേരത്തെ പറഞ്ഞ കുറച്ച് ഭക്ഷണം, ഒരു 1-2 ജോഡി ഡ്രസ്സ്, പിന്നെ കിടക്കാൻ ഒരു ചെറിയ ഒരു വരാന്ത എന്നുള്ള അവസ്ഥയിലല്ല നമ്മളുടെ ജീവിതം ആരും. പകരം നമ്മൾ ആകാശത്തിലോട്ട് പറക്കുകയാണ്. അത് നമ്മുടെ സ്വന്തം കുഴപ്പമൊന്നുമല്ല, നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. നമ്മുടെ മനസ്സ് നമ്മെ 1 ഇഞ്ച് ഇടവും വലവും തിരിയാൻ വിടാതെ ഈ ലോകം മുഴുവനും കീഴടക്കാൻ നമ്മളോട് പറയുന്നു. നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ച് നമ്മുടെ ജീവിത അവസാനം ഒടുങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ഒരുമാതിരിപ്പെട്ട ഒരാഗ്രഹവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കില്ല. ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ടാവാം, പക്ഷെ അപ്പോഴെല്ലാം പൂർത്തീകരിക്കപ്പെട്ട ആഗ്രഹത്തിന്റെ പിന്നാലെ 100 ആഗ്രഹങ്ങൾ വേറെ വരുത്തുന്നതാണ് നമ്മുടെ മനസ്സിന്റെ മനോഘടന. ഈ ചെറിയ ആഗ്രഹങ്ങൾ മനസ്സ് നമുക്ക് നൽകുന്നത് തന്നെയെങ്കിലും നമ്മുടെ ഏറ്റവും ആവശ്യമായ ആവശ്യങ്ങളാണെങ്കിലും പിന്നീട് നമ്മളെ വളരുന്നതനുസരിച്ച് നമ്മളിൽ അതിമോഹങ്ങൾ മനസ്സ് വളർത്തുന്നു. നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളെല്ലാം നമ്മുടേതാണെന്നും അതെല്ലാം നമുക്ക് ഗുണപ്രദമാണെന്നും നമ്മൾ ധരിക്കുന്നു. നമ്മളിങ്ങനെ മനസ്സ് നമ്മളെ പറ്റിക്കുന്നു, നമ്മൾ ശ്രദ്ധിക്കണം എന്നൊരിക്കലും നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടുമില്ല. നമ്മൾ അതിനെക്കുറിച്ച് അറിയുന്നുമില്ല. നമ്മൾ വേറെ, നമ്മുടെ ബുദ്ധി വേറെ, നമ്മുടെ മനസ്സ് വേറെ. ഇങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നിൽക്കണം. മനസ്സ് നമ്മളെ കുഴപ്പിക്കാൻ സാധ്യതയുണ്ട്. മനസ്സ് പറയുന്നത് അതേപടി നമ്മൾ കേൾക്കരുത് എന്ന് നമ്മളോട് ആരും പറഞ്ഞു തരുന്നില്ല. അതുകൊണ്ട് തന്നെ മനസ്സ് നമ്മളിൽ 100 കണക്കിന്, 500 കണക്കിന്, 1000 കണക്കിന് ആഗ്രഹങ്ങൾ നിറയ്ക്കുന്നു. വലിയ ആഗ്രഹങ്ങൾ ക്രമേണ അതിന്റെ രൂപവും ഭാവവും മാറി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോഹങ്ങളാകുന്നു, അതിമോഹങ്ങളാകുന്നു, വ്യാമോഹങ്ങളാകുന്നു. പിന്നെ അവസാനം അത് ആസക്തി വരെ എന്ന് നിൽക്കുന്നു. ഒരിക്കലും നമുക്ക് ഒരു തരത്തിലുള്ള സ്വസ്ഥതയും തരാതെ മനസ്സ് നമ്മെ ആഗ്രഹങ്ങളുടെ പേരിൽ പരക്കം പായിപ്പിക്കുന്നു. ഇതെല്ലാം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകളിൽ നിന്നാണ്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. കുട്ടിയായിരിക്കുമ്പോഴേ തുടങ്ങുന്നതാ. നമ്മൾ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. അവർക്കും അറിയില്ലല്ലോ, നമ്മളെ വളർത്തുന്ന മാതാപിതാവിനും അറിയില്ലല്ലോ മനസ്സ് കുഴപ്പമാണെന്നും മനസ്സ് നമ്മളെ വ്യാമോഹിപ്പിക്കുന്നുവെന്നും നമ്മളിങ്ങനെ ഓടിയാലൊന്നും എവിടെ എത്താൻ പോകുന്നില്ലെന്നും നമ്മൾ ആഗ്രഹിക്കുന്നതിന്റെ 100-1 പോലും ഒരിക്കലും ഒരു മനുഷ്യന് സാധിക്കാൻ പറ്റില്ലെന്നും ആഗ്രഹങ്ങളും മോഹങ്ങളും വ്യാമോഹങ്ങളും എല്ലാം ഉണ്ടാകുന്നത് മനസ്സിൽ നിന്നാണെന്നും നമ്മൾ മനസ്സിനെ നിയന്ത്രിക്കണമെന്നും മനസ്സിനെ ശ്രദ്ധിക്കണമെന്നും അത് പറയുന്നത് അതേപടി കേട്ട് അതിന്റെ പിന്നാലെ ഓടരുതെന്നൊന്നും ആരും നമുക്ക് ഒരിക്കലും പറഞ്ഞു തരുന്നില്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും അത് അറിയുന്നുമില്ല. ഇങ്ങനെ ഇത് സൂക്ഷിക്കണമെന്നുള്ള കാര്യം നമ്മളുടെ അടുത്ത് ഒരിടത്തും വെച്ച്, എന്റെ സ്വന്തം അനുഭവത്തിൽ ആരും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല. ഒരിടത്തും വെച്ച് ആരും പറഞ്ഞു തന്നിട്ടില്ല. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ അവിടെയൊന്നും ഈ വിഷയം പറയുന്നില്ലല്ലോ. അവിടെയെല്ലാം വലിയ സയൻസ് അല്ലേ പഠിപ്പിക്കുന്നത്, വളരെ വലിയ കാര്യങ്ങൾ, മനുഷ്യന് വലിയ ഉപയോഗമൊന്നുമില്ലാത്ത വലിയ കാര്യങ്ങളാണ് നമ്മൾ സ്കൂളിലും കോളേജിലും യൂണിവേഴ്സിറ്റിയിലും പഠിക്കുന്നത്. ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ, ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗം വരാത്ത കാര്യങ്ങൾ. എന്നിട്ട് ഇതൊന്നും അവിടെ പറയുന്നില്ല. അവിടെ പറയാൻ പ്രൊവിഷൻ ഇല്ല, അവിടുത്തെ കരിക്കുലത്തിൽ ഇതില്ല. പിന്നെ വേറെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ വായിക്കുന്ന അതിലൊന്നും ഇതില്ല. പിന്നെ ഉണ്ടാവേണ്ടത് പുണ്യഗ്രന്ഥങ്ങളിലാണ്. പുണ്യഗ്രന്ഥങ്ങളൊക്കെ 1-2 വാക്കുകൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. വേദത്തിലായാലും ഭഗവത്ഗീതയിലായാലും ഉപനിഷത്തിലൊക്കെ ഉണ്ട്.
പക്ഷെ അതൊന്നും നമുക്ക് പെട്ടെന്ന് കയറി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലല്ല. ഒന്നാമത് കടുകട്ടി സംസ്കൃതം. അത് അഥവാ അതിനെ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ ആക്കിയാലും അത് ഏതെങ്കിലും 2-3 വാക്കുകളിൽ പൊതിഞ്ഞിരിക്കുകയാണ് അറിവുകൾ. അതങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ സിനിമ കണ്ടാലോ സീരിയൽ കണ്ടാലോ നോവൽ വായിച്ചാലോ നമ്മൾ ഉള്ളതിനേക്കാൾ നശിക്കും. നമുക്ക് 10 വ്യാമോഹമായിട്ട് നമ്മളൊരു നോവൽ വായിച്ചാൽ അതിൽ 1000 വ്യാമോഹമായിട്ട് അവസാനിക്കും. ഒരു സിനിമ കണ്ടാൽ അതിനേക്കാൾ കഷ്ടം. നമ്മൾ ഈ സമൂഹത്തിൽ എന്ത് കണ്ടാലും നമുക്കുള്ളതിനേക്കാളും കുറെ കൂടെ വേസ്റ്റ് ആവുകയാണ് നമ്മുടെ അവസ്ഥ. നമ്മളെ മനസ്സ് ആഗ്രഹത്തിൽ നിന്നും തുടങ്ങി ഒടുവിൽ ഈ പറഞ്ഞ് കുറെ വാക്കുകൾ ഞാൻ പറയുന്നുണ്ടല്ലോ, ആ വാക്കുകളിലൂടെ ആകെ നമ്മളെ വളരെയധികം വശം കെടുത്തുന്നു നമ്മുടെ മനസ്സ്. ഈ ആദ്യം പറഞ്ഞ ഭക്ഷണം, വസ്ത്രം, വീട്, അതിന്റെ എന്തെങ്കിലും ചെറിയ ഒരു ഇൻകം, വരുമാനം, ഇതൊക്കെ വേണം. പക്ഷെ ഇതൊക്കെ നമ്മൾ ഒടുവിൽ ശ്രമിക്കുന്നത് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല എന്നൊരവസ്ഥയിലാണ്. ഒന്നാമത് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടില്ല, വളരെ കുറച്ചേ കിട്ടുള്ളൂ. പക്ഷെ അതൊന്നും അല്ലല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിനെ പിടിക്കാനാണ്. ഈ സമൂഹം എന്നെ അംഗീകരിക്കണം, എന്റെ വീട്ടുകാര്, എന്റെ നാട്ടുകാര്, എന്റെ ബന്ധുക്കള്, എന്നെ അറിയുന്ന സർവരും, പോരാഞ്ഞിട്ട് ഈ ലോകം മുഴുവനും എന്നെ അറിയണം, അവരെല്ലാവരും എനിക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കണം. ഇതാണ് എന്റെ മനസ്സ് പറയുന്നത്. ഇതൊന്നും പോരെന്നാണ്. നമ്മൾ ചെറുതിലേക്ക് തുടങ്ങുകയാണ്. ആരും ഒരാളും അതിലൊന്നും രക്ഷപ്പെടുന്നില്ല. വലിയ വലിയ സ്വാമിമാർക്ക് പോലും അത് പറ്റുന്നില്ല. ഈ സന്യാസി എന്നും സ്വാമി എന്നും ഒക്കെ പറഞ്ഞിട്ട് അവരും ഇറങ്ങി ശ്രമിക്കുന്നത് ലോകം മുഴുവനും അറിയപ്പെടാൻ തന്നെയാണ്. അതായത് മനസ്സ് ആഗ്രഹത്തിൽ നിന്നും നമ്മളെ വിടുന്നില്ല. ആഗ്രഹത്തിൽ നിന്നും വിട്ടുകയും കുഴപ്പമില്ലായിരുന്നു, അത് കഴിഞ്ഞ് നമ്മളെ അങ്ങേയറ്റം അത് കൊണ്ടുപോകുന്നു.